പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ബലിയിലും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നൊവേനയിലും കർത്താവിൻ്റെ ആരാധനയിലും നാം പങ്കുചേരുമ്പോൾ ദൈവം നമ്മിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും തമ്പുരാനോട് നമുക്ക് നന്ദി അർപ്പിക്കാം. സങ്കീർത്തനം 27-ാം അധ്യായം 11-ാം തിരുവചനം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നു: കർത്താവേ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ, അങ്ങയുടെ വഴികൾ എന്നെ പഠിപ്പിക്കണമേ, മാത്രമല്ല എന്നെ നിരപ്പായ പാതയിലൂടെ നയിക്കണമേ. കർത്താവിൻ്റെ വഴി എന്നത് ദുർഘടമായ വഴിയാണ്, അത് ഇടുങ്ങിയ വഴിയാണ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതാണ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നിരപ്പായ പാതയിലൂടെ, കർത്താവിൻ്റെ സുരക്ഷിതത്തിലൂടെ, കർത്താവിൻ്റെ കൃപയിലൂടെ ഞങ്ങളെയൊക്കെ നയിക്കണമേ. കാരണം കർത്താവിൻ്റെ സ്നേഹം അത് അനന്തമാണ്, കർത്താവിൻ്റെ രക്ഷ അതെന്നും നിലനിൽക്കുന്നതാണ്. എന്നാൽ ആ രക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ ധാരാളം പ്രയാസങ്ങളുണ്ടാകും, സങ്കടങ്ങളുണ്ടാകും. അതിലെല്ലാം കർത്താവിൻ്റെ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലിയിൽ ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് പങ്കുചേരാം. ഇന്ന് ഈ ബലി നാം അർപ്പിക്കുമ്പോൾ ഇല്ലിപ്പറമ്പിൽ സെബാസ്റ്റ്യൻ, നെട്ടായിക്കോടത്ത് ജോഷി, പാണേക്കാടത്ത് സാബു, ജക്സി കുടുംബം, ജോർജ് പൗളി നെടുമ്പറമ്പിൽ, മേഴ്സി, രമ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജെൽസ, ജസീന്ത, സോണൽ, അഞ്ജു സോണൽ ഗർഭിണിയാണ്, സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ശോഭന മാത്യുവിൻ്റെ ജന്മദിനമാണ്. ഇന്നേ ദിനത്തിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ, ആശംസകൾ നമുക്ക് അർപ്പിക്കാം. പ്രിയ രോഹിത്, ബെർണാദെ, ജോൺ, ബിന്ദു, സന്തോഷ് എന്നിവരുടെ കുടുംബങ്ങളെ നമുക്ക് ഓർക്കാം. അജിത്ത്, അഗസ്റ്റിൻ കൃതജ്ഞതയായിട്ടാണ് ഈ ബലി അർപ്പിക്കുക. ആ സഹോദരനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജോയി ചക്കനാട്ട് കുടുംബം, രഞ്ജി കുടുംബം എന്നിവരുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈ ബലിയിൽ ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് പങ്കുചേരാം. നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്സുലഭിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും പ്രവൃത്തിയാലും വേശയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ ഇതിനെയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മധ്യസ്ഥത്താൽ അവയുടെ നിർവഹണം അങ്ങേ മക്കൾ നിരന്തരം കാത്തുപാലിക്കുവാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴും ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേ. ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും ക്രൂശിച്ചിരിക്കുന്നു. സഹോദരരെ, ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, അഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മത്സരം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഇദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വിചാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങേ അനുഗമിക്കുന്നതിന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. കർത്താവെ, കർത്താവേ, അങ്ങേ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസരുടെ പീഠങ്ങളിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവെ, കർത്താവേ, അങ്ങേ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല പൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാവുന്നു. കർത്താവെ, അങ്ങേ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റുപുറത്തുന്ന പതിരു പോലെയാണ്. അവർ കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. കർത്താവെ, അങ്ങേ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. Hallelujah.
സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു അരുളി ചെയ്തു, പരിസേയരെ, നിങ്ങൾക്ക് ദുരിതം! എന്നാൽ നിങ്ങൾ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ചു കളയുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. പരിസേയരെ, നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ നിങ്ങൾ സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അഭിലഷിക്കുന്നു. നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ. അതിൻ്റെ മീതെ നടക്കുന്നവൻ അത് അറിയുന്നുമില്ല. നിയമജ്ഞരിൽ ഒരാൾ അവനോട് പറഞ്ഞു, ഗുരു, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അവൻ പറഞ്ഞു, നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം! താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു. നിങ്ങളോ അവരെ സഹായിക്കുവാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയ സഹോദരി സഹോദരന്മാർ, എൻ്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അടുത്ത മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന അങ്ങേ ഗജാതനും ഭക്ത്യാദരപൂർവ്വം വിശുദ്ധ യോസേപ്പിതാവ് ശുശ്രൂഷിച്ച പോലെ നിർമ്മല ഹൃദയത്തോടെ അങ്ങേ അൾത്താരെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെയും അർഹരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേ. അങ്ങേകപുത്രനും പരിശുദ്ധ
വിശുദ്ധ ഔസേപ്പ് പിതാവിനെ അങ്ങേ കുടുംബത്തിന്റെ അവരോധിച്ചുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളും അങ്ങേക്ക് സ്തുതി കീർത്തനങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും പിന്തരവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പാം. മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ചിന്തകളും നമ്മുടെ ജീവിതാവസ്ഥകളും കർത്താവിൻ്റെ തിരുശരീരത്തോട് ചേർത്ത് വയ്ക്കാം. എല്ലാ രോഗികളെയും മാനസികമായി ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. വ്യത്യസ്തമായ വഴികളിലൂടെ ദൈവം നമ്മെ നയിക്കും. അപ്പോഴും ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നോർക്കുക. നാം ഒറ്റയ്ക്കല്ല, നാം അനാഥരല്ല. നമ്മോട് കൂടെ സർവശക്തനായ ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. കുടുംബ പ്രയാസങ്ങളുള്ള, കുടുംബത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം മക്കളുണ്ട്. നിസ്സാരമായ കാര്യങ്ങളിൽ വിവാഹബന്ധമൊക്കെ വേർപെടുത്തി ജീവിക്കുന്ന മക്കളുണ്ട്. അവരെ ഓർക്കാം. കുടുംബസമാധാനമില്ലാതെ വിഷമിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. അവരെ ഓർക്കാം. കൊറോണ എന്ന രോഗം മൂലം അതിൻ്റെ ഭയപ്പാടിൽ കഴിയുന്നവരുണ്ട്. ആ രോഗം പിടിപെട്ട് കഴിയുന്നവരുണ്ട്. അതിൻ്റെ ഭീതിയിൽ കഴിയുന്നവരുണ്ട്. ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട്. അതിൻ്റെ ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. അവരെ ശുശ്രൂഷിക്കുന്ന ആശുപത്രികൾ, ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടേഴ്സ്, നഴ്സുമാർ എല്ലാവരെയും സമർപ്പിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാകണമേ.
സ്വമനസാ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കൂ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കും എൻ്റെ ശരീരം ആകുന്നു. യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശു ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങൂ, ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിൻ തിരുനിണമേ എന്നെ താഴ്ത്തണമേ. യേശുവിൻ തടജലമേ എന്നെ നിത്യം കഴുകണമേ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങയുടെ മരണം പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ വരവ് ഞങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെന്ന് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ തിരുവധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടും സന്യസ്തരോടും ദൈവജനത്തോടുമൊത്ത് തിരുസഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച മരണമടഞ്ഞ എല്ലാവരെയും ഓർക്കണമേ. അവരെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഞങ്ങളിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവും ഞങ്ങളുടെ മധ്യസ്ഥനുമായ ഭാഗ്യപ്പെട്ട ഔസേപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടെ
പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതുമായ പ്രാർത്ഥന നമുക്ക് ആലപിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ കർത്താവേ, നാം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളും പാരിടമായിടേണം. അന്നന്നും വേണ്ടുന്ന ആഹാരം കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തീർക്കണം. അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും ആളുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം. ലോകത്തിൻ പാപം നീക്കിയിടും ദൈവമേ, കുഞ്ഞാടേ ഞങ്ങൾ നീ കനിയണം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവമേ, കുഞ്ഞാടേ ഞങ്ങൾ നീ കനിയണം.
ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി നിയോഗിച്ചു. സമ്പത്തുകളെ സംരക്ഷകമാക്കി ഈശോമിശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പുത്രനെ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വളർത്തിപിതാവും ദൈവജനയുടെ വിരക്തകർത്താവുമായ വിശുദ്ധ പിതാവിന് കുടുംബങ്ങളുടെ സംരക്ഷകനും തൊഴിലാളികളുടെ മാതൃകയും നന്മരണത്തിന് മധ്യസ്ഥനുമായ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങൾ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നവനാൾ പ്രാർത്ഥന. ഓ ഭാഗ്യപ്പെട്ട പിതാവേ, അങ്ങനെ അഭയം തേടുന്നവരെ ഒരിക്കലും കൈവിടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ആകയാൽ അങ്ങ് ഞങ്ങളുടെ ശരണവും ആശ്രയവും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങളും ഭാഗ്യമരണവും വിശിഷ്യ ഞങ്ങളിപ്പോ അപേക്ഷിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ മൗനമായി സമർപ്പിക്കാം. പ്രത്യേക നന്മകളും ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങ് വല്ലഭമായ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. മനുഷ്യാവതാരം ചെയ്ത ദൈവവചനത്തിന്റെ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവത്തിനു മുമ്പിൽ കാരുണ്യപൂർവ്വം കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളെ മാതൃകയായ പിതാവേ, എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ നിരവധി പാപങ്ങൾക്ക് പരിഹാരമായി പ്രായശ്ചിത്ത ചൈതന്യത്തോടെ വേല ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. തിരുസഭയുടെ പാലകനായ പിതാവേ, തിരുസഭയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഗോത്രപിതാവായ പിതാവേ, എല്ലാം യേശുവിന് വേണ്ടി എല്ലാം പരിശുദ്ധ മറിയത്തിലൂടെ എല്ലാം അങ്ങേ അനുകരിക്കുന്നതിന് വേണ്ടി ഇതായിരിക്കട്ടെ ജീവിതത്തിലെ ഞങ്ങളുടെ മുദ്രാവാക്യം. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം ഉചിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ചെയ്യുന്നതോടെ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവർത്തനപ്പെടുത്തരുതേ, രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഒരു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേൽ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി കോഴിനുള്ള സമയത്ത് തമ്പുരാന്റെ പേശുമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിനെ പോലെ നീക്കാമേ. ദൈവത്തിൻ തിരുസുതനേ, പോറ്റി വളർത്തിയ താത, പിഞ്ചുകിടാ ഞങ്ങൾ
നമ്മുടെ വിശ്വസ്ത കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ദൈവസുതന്റെ വളർത്തി പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. തിരുക്കുടുംബത്തിന്റെ തലവനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. എത്ര നീതിമാനായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. എത്ര വിവേകിയായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. എത്രയും ധീരനായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. എത്രയും കീഴ്വഴക്കമുള്ള വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. എത്രയും വിശ്വസ്തനായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ക്ഷമയുടെ പര്യായമായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. കുടുംബജീവിതത്തിന്റെ അഭിമാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. കന്യകകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. മരണാസനയുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ദുഷ്ടാരൂപികൾക്ക് പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ലോകപാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ലോകപാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകപാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനാക്കി നിയോഗിച്ചു. സമ്പത്തുകളെ സംരക്ഷകരമാക്കി. പ്രാർത്ഥിക്കാൻ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭർത്താവായി വിശുദ്ധ യോസേപ്പ് പിതാവിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ ദൈവമേ, ഭൂമിയിൽ സംരക്ഷണമായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുവാൻ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. ആകാശനാമത്തിൽ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ വിലാപം അങ്ങേ പ്രവൃത്തി ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. ക്ലേശിതരുടെയും ദുഃഖിതരുടെയും ആശ്വാസമായ ദൈവമേ, അങ്ങ് പുത്രന്റെ വളർത്തി പിതാവായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം യാചിക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഹൃദയസമാധാനവും സ്വർഗീയാനുഗ്രഹവും ശാരീരികാരോഗ്യവും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പറയുവാൻ ഇടയാക്കണമേ. നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്ത അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ശക്തിയും തുണയും തരേണം. ത്വേകം ദൈവത്തിന് സ്വസ്ത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങും. ഞങ്ങൾക്ക് കൃപ നൽകിടേണം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധനയുടെ സമയമാണ്. കർത്താവിനെ ആരാധിക്കേണ്ട വിശുദ്ധമായ നിമിഷങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ സ്തുതികൾ അവിടത്തേക്ക് ആവശ്യമില്ല. എങ്കിലും ദൈവമക്കളായ നമ്മുടെ കടമയാണ്
അവിടുത്തോട് പ്രാർത്ഥിക്കുക എന്നത്. കർത്താവേ, വിനീതദാസരായ ഞങ്ങളെ കടാക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നാം പ്രാർത്ഥിക്കേണ്ടതും കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് ആവശ്യപ്പെടേണ്ടതും ഒന്ന് മാത്രം. കർത്താവെ, അങ്ങയുടെ കൃപ മതി. പരിശുദ്ധാത്മാവിന്റെ കൃപ മാത്രം മതി. സുവിശേഷങ്ങളിലൂടെ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ അവിടെയുള്ള വ്യക്തികളെയൊക്കെ നയിച്ചത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്. മറ്റൊന്നുമല്ല അവരെ ദൈവമഹത്വം കാണുവാനായിട്ട് അവർക്ക് അനുഗ്രഹം ലഭിച്ചത്, ദൈവത്തിൻ്റെ രക്ഷ ലഭിച്ചത് അവരുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം പറയുന്നുണ്ട്, കർത്താവേ, അങ്ങയുടെ പ്രകാശത്തിലൂടെ എന്നെ നയിക്കണമേ, അങ്ങയുടെ ജീവന്റെ പ്രകാശത്തിലൂടെ എന്നെ നടത്തണമേ. ദൈവമക്കളായ നമ്മെ നടത്തേണ്ടത്, നമ്മളെ വഴി നടത്തേണ്ടത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താലാണ്. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃപ മതിയെ. പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ ആരാധന നിമിഷം പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ശക്തരാകുന്നതിന് വേണ്ടി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയെ സ്തുതിയും പുകഴ്ചയും
തൃക്കൊടുമ്പനാ